യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, യതമന്നൂന അവർ ആഗ്രഹിക്കുന്നു, അയ്യഹ്റുജു മിനന്നാർ നരകത്തിൽ നിന്ന് അവർ പുറപ്പെടുന്നു, വമാഹും ബി ഖാരിജീന മിൻഹ എന്നാൽ വമാഹും അവർ അല്ല ബി ഖാരിജീന പുറപ്പെടുന്നവരല്ല, മിൻഹ നരകത്തിൽ നിന്ന്, വലഹും അദാബും മുഖീം അവർക്ക് മുഖീമായ, മുഖീം എന്ന് വെച്ചാൽ എന്നെന്നുള്ള ദായിം നിലനിൽക്കുന്നതായ എന്നെന്നും നിലനിൽക്കുന്നതായ ശിക്ഷ അവർക്കുണ്ട്. വസാരിക്കു കള്ളൻ, വസാരിക്കത്തു കള്ളി, കട്ട ആണും കട്ട പെണ്ണും, മോഷ്ടാവും അല്ലേ, മോഷ്ടാവ് ആണായ മോഷ്ടാവും പെണ്ണായ മോഷ്ടാവും. അൽഫിഹിമ ഈ സാരിക്ക് സാരിക്കത്ത് അതിലുള്ള രണ്ട് അലിഫ്ലാം ഉണ്ടല്ലോ, ആ അലിഫ്ലാം മൗസൂലത്തുൻ മൗസൂലിയാണ്, മുബത്തതുമാണ്. അപ്പം മൗസൂലിയാണ് മുബത്തതുമാണ്. അപ്പോൾ അസാരിക്കു എന്നുള്ളതല്ല മുബത്തത്, അതിലുള്ള അലിഫ്ലാമാണ് മുബത്തത്. മനസ്സിലായല്ലോ? വസാരിക്കത്ത് പിന്നെ അതിന്മേലെ അത് ചെയ്തിട്ട് വെക്കാം. എന്തായാലും രണ്ടിലുള്ള മൗസൂലയാണ്. ആ ഒന്നാമത്തെ അസാരിക്കു എന്നുള്ള അലിഫിലാം ആ മൗസൂൽ എന്താണ്, മുബത്തതാണ്. ആ മുബത്തതിന് മേലെ അത്ഫ് മഅ്തൂഫാണ് ഇത് വസാരിക്കത്തു എന്നതിലുള്ള അലിഫിലാം. അപ്പം മുബത്തതാണ് മുബത്തദ ഉൻ. പിന്നെ വലി ശബഹിഹി ബി ഷർത്തി അതിന് ഷർത്തിനോട് ഏത് മൗസൂലിന് വലി ശബഹിഹി ഈ മൗസൂലിന് ഉള്ളത് കാരണത്താൽ അല്ല വലി ശബഹിഹി ഈ മൗസൂലിൻ്റെ സദൃശ്യത കാരണത്താൽ എന്തിനോടുള്ള ഷർത്തിനോട്. കാരണം മൗസൂലിൻ്റെ മാനയ്ക്ക് ഒരു ഷർത്തിൻ്റെ മാനയോട് ചെറിയൊരിതുണ്ട്. കാരണം നമ്മൾ നോക്കി വെച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ മൻ ഒരുത്തൻ ജാ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മൻ ജാ ആരെങ്കിലും വന്നാൽ, അങ്ങനെയൊക്കെ ഒരർത്ഥം ഉണ്ടല്ലോ അവിടെ. ഷർത്തിൻ്റെയും മൗസൂലിൻ്റെ അർത്ഥത്തിന് ചെറിയ സാദൃശ്യത ഉണ്ട്. ആ സാദൃശ്യത കാരണത്താൽ ദഖലത്തിൽ ഫാവ് പ്രവേശിച്ചിരിക്കുന്നു ഫി ഹബരിഹി ഈ അല്ലദി എന്നതിൻ്റെ ഖബറിൽ ഏത് ഫാവ് പ്രവേശിച്ചിരിക്കുന്നു എന്ന്. വഹു അതേതാ ഖബർ ഫഖതഉ ഐദിയഹുമ എന്നതാണ് ഖബർ. അപ്പോൾ കള്ളനും കള്ളിയും, കട്ട ഒരുത്തൻ, കട്ട യാതൊരുവൻ, കട്ട യാതൊരുത്തി, അവർ രണ്ടുപേരും. ഫഖതഉ അതിൻ്റെ ഖബറാണ്. ഫഖതഉ ഐദിയഹുമ അവർ രണ്ടുപേരുടെ കരങ്ങളെ നിങ്ങൾ മുറിച്ച് കളയണം. അതായത് യമീന കുല്ലിൻ മിൻഹുമ അവർ രണ്ടുപേരുടെയും ഓരോരുത്തരുടെ എന്താണ് വലത് കൈ, മിനൽ കൂ മുതൽ മണിബന്ധം മുതൽ മുറിച്ച് കളയാം. അപ്പോൾ പയ്യനത്ത് സുന്നത്ത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അന്നല്ലതി നിശ്ചയം യാതൊന്ന് യുക്തൗ ഫി അതിൽ എന്താണ് കൊല്ലപ്പെടുന്ന അന്നല്ലതി യാതൊരു മുതൽ യുക്തൗ ഫിഹി എന്ന് വെച്ചാൽ അതിൻ്റെ വിഷയത്തിലാണ് ഈ കൈ മുറിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള മുതൽ എന്നുള്ളത് അത് റുബു ദീനാർ ഫസാഇദ ഒന്നുകിൽ 4/1 ദീനാറായിരിക്കണം അല്ലേ. ദീനാർ എന്ന് വെച്ചാൽ സ്വർണ്ണമാണ്. അന്നത്തെ 4/1 ദീനാറിന് എത്രയാണ് ഇന്നത്തെ വില വരുന്നത്? അത്രയും പൈസ, ഒരു 25,000 രൂപ കറക്റ്റ് ഓർമ്മയില്ല, അല്ല നോക്കണം എന്തായാലും, അത്ര ഉണ്ടാവില്ല. എന്തായാലും 4/1 ദീനാറോ ഫസായിദ അതിനേക്കാൾ മേലെയെങ്കിലും ഉണ്ടാവണം, എങ്കിൽ മാത്രം എന്താ ആളുടെ കൈ മുറിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊന്നുണ്ട്, വഅന്നഹു സുന്നത്ത് വ്യക്തമാക്കി തന്നെയാണ്. സുന്നത്ത് എന്ന് വെച്ചാൽ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നതാണ് എന്ന്. വഅന്നഹു ഇൻ ആദ ഈ കള്ളൻ പിന്നെയും അടങ്ങി, അതായത് രണ്ടാമത് വീണ്ടും ആവർത്തിച്ചാൽ കുത്തിഅത്ത് രിജുലു അവൻ്റെ കാല് മുറിക്കും. അൽ യുസ്ര ആദ്യം വലത് കൈ, രണ്ടാമത് വട്ടം വീണ്ടും മോഷ്ടിച്ചാൽ ഇടത് കാല്. മിൻ മഫ്സലിൽ കദമി കാൽപാദത്തിൻ്റെ മഫ്സലില്ലേ, അതായത് സന്ധി, കാൽപാദവും സാക്കും കദമും തമ്മിലുള്ള ആ ഒരു സന്ധി, ആ സന്ധി മുതൽ. സുമ്മലിയത് പിന്നെ മൂന്നാമത് മോഷ്ടിക്കുമ്പോൾ സുമ്മലിയത് യുസ്ര ഇടത് കൈ, പിന്നെ നാലാമതാവുമ്പോൾ സുമ്മ രിജുലുൽ യുമന ഇടതുകാല്, വബാദാലിക്ക് അതിൻ്റെ ശേഷം യു അസർ ഏതെങ്കിലും തരത്തിലുള്ള തഅസീർ, അതായത് ഇത്തരത്തിലുള്ള ഹദ്ദല്ലാതെ, ഹദ്ദ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഹദ്ദ് 40 അടിയാണ്. അപ്പോൾ ഈ ഹദ്ദിനേക്കാൾ താഴെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷയാണ് എന്താ പറയുക തഅസീർ എന്ന് പറയുക. അപ്പോൾ 39 അടിയൊക്കെ വേണേൽ വരാം മാക്സിമം പോയാൽ. അപ്പോൾ എന്തായാലും ഒരു തരം ശിക്ഷ, എന്തെങ്കിലും ഒരു ശിക്ഷ, അതായത് കാളിയാർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ശിക്ഷയാണ് 5ാമത് മോഷ്ടിച്ചാൽ കൊടുക്കുക. ജസാ അത് തന്നെ എന്തെങ്കിലും ഒരു ജസാ എന്ന നിലക്ക് നുസീബ അലൽ മസ്തരി, ജസാ എന്ന നിലക്കല്ല, അത് മസ്തർ എന്ന തർക്കീബ് പ്രകാരം നസ്ബ് ചെയ്യപ്പെട്ടാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജസാ ആയിട്ട് നൽകിയിരിക്കുന്നു എന്ന് അവർക്ക്, അതായത് ഒരു പ്രതിഫലം, തക്കതായ ഒരു പ്രതിഫലം, ഒരു ശിക്ഷയായിട്ട് നൽകിയിരിക്കുന്നു, ഒരു ശിക്ഷ ആണെന്ന്. അപ്പം ജസാ എന്താണ് പറയാം, ജാസല്ലാഹു ജസാ എന്നല്ല വെച്ചാൽ ബിമാ കസബ അവർ രണ്ടുപേരും ചെയ്ത ഒന്ന് കാരണത്താൽ നകാലൻ ഒരു ശിക്ഷ എന്ന നിലയ്ക്ക്, ഉഖൂബത്തൻ ലഹും അവർക്കുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാണ്, പ്രതാപിയാണ്, ഗാലിബുൻ അലാ അംരി തൻ്റെ കാര്യത്തിൻ്റെ മേൽ അതിജയിക്കുന്നവനാണ്, വിജയിക്കുന്നവനാണ്, ഹക്കീമുൻ ഫീ ഖൽഖിഹി തൻ്റെ സൃഷ്ടിപ്പിൽ നല്ല യുക്തി ഭദ്രനുമാണ്. ഫമൻ താബ ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങിയാൽ മിൻ ബഅദി ഉൽമിഹി അവൻ്റെ അക്രമത്തിൻ്റെ ശേഷം റജഅ അനിസ്സരിക്കത്തി മോശനാണല്ലോ നമ്മുടെ പ്രതിപാദ്യ വിഷയം, അതിൽ നിന്നും മടങ്ങി, അസ്ലഹ അമലഹു തൻ്റെ കർമ്മത്തെ നന്നാക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ യതൂബു അലൈഹി അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. ഫി തഅബീരി ബിഹാദ മാ തഖദ്ദമ, അപ്പം ഫി തഅബീരി ബിഹാദ
ഇതുകൊണ്ട് പരാമർശിക്കുന്നതിലുണ്ട് മാ തഖദ്ദമ മുമ്പ് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. അപ്പം ഫലാ യസ്ഖുതു ബി തൗബത്തിഹി, അപ്പോൾ അവൻ്റെ തൗബ കൊണ്ട് പോവുകയില്ല, വീണു പോവുകയില്ല ഹക്കുൽ ആദമി, ഒരു മനുഷ്യനുമായിട്ടുള്ള ഇടപാട്, മിനൽ ഖത്ഇ വറദ്ദിൽ മാലി, മുമ്പ് വന്ന അതേപോലെ ഇവിടെ ഒരു തെറ്റ് ചെയ്തു, അവൻ പശ്ചാത്തപിച്ചു, അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു എന്നതുകൊണ്ട് ഒരു മനുഷ്യനുമായിട്ടുള്ള ഇടപാട് അത് പോവില്ല. അവൻ്റെ കൈ മുറിക്കേണ്ടതാണ്, മുറിക്കേണ്ടത് തന്നെ ചെയ്യണം. പൈസ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണം, അതിന് വേറെ ശിക്ഷ. ഇത് ചെയ്തതിൻ്റെ ഇതാണ്. നാം എങ്കിലും ബയ്യനത്തി സുന്നത്തു, ഹദീസ് വ്യക്തമാക്കി തന്നിട്ടുണ്ട്, അന്നഹു ഇൻ അഫ അൻഹു, ഈ സാമ്പത്തികമായിട്ടുള്ള മോഷണം നടന്നപ്പോൾ ഇതിൻ്റെ സ്വത്തിൻ്റെ ഉടമ അയാൾക്ക് എന്ത് ചെയ്തു, മാപ്പാക്കി കൊടുത്തു. എന്തിൻ്റെ മുമ്പേ മാപ്പാക്കി കൊടുക്കണം, കബല റഫീലൽ ഇമാമി, ഇമാമിലേക്ക് പരാതി ബോധിപ്പിക്കുന്നതിൻ്റെ മുമ്പേ. അങ്ങനെയെങ്കിൽ സഖത്തൽ ഖത്ഉ, ഈ കൈ മുറിക്കുക എന്നുള്ളത് ഒഴിവായി പോകും. അലിഹി ഷാഫി, ഷാഫി ഇമാമി അഭിപ്രായക്കാരനാണ്. അലം തഅലം അൽ ഇസ്തിഫാമു ഫീഹി, ഇതിലുള്ള ഈ ഇസ്തിഫാമുൽ തഖരീർ, തഖറീറിനാണ്. അതായത് അങ്ങേക്ക് അറിയില്ലെന്ന് വെച്ചാൽ നബി തങ്ങൾക്ക് അറിയും. എന്ത്, അന്നല്ലാഹു ലഹു മുൽക്കു സമാവാതി വൽ അർള്, വാനഭൂവനങ്ങളിലുള്ള അധികാരം അള്ളാഹുവിനുള്ളതാണ്. യുഅദിബു മൻ യശാഉ തഅദീബഹു, താൻ ആരെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത്, അള്ളാഹു ആരെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിച്ചത് അവനെ അള്ളാഹു ശിക്ഷിക്കും. വയഗ്ഫിറു ലിമൻ യശാഉൽ മഗ്ഫിറത ലഹു, ആർക്കാണോ തൻ്റെ മഗ്ഫിറത്ത് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവർക്ക് പുറത്തും കൊടുക്കും. പാപമോചനം ആർക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനും അള്ളാഹു ഖദീർ, കഴിവുള്ളവനാണ്. അമിൻഹു, അതിൽപ്പെട്ടതാണ് അത്തഅദീബു വൽ മഗ്ഫിറത്തു, ചില ആളല്ല ശിക്ഷിക്കൽ, മറ്റു ചില ആളല്ല മഗ്ഫിറത്ത്, പാപം പുറത്തു കൊടുക്കൽ. യാ അയ്യുഹർ റസൂൽ, അല്ലയോ ദൂതരെ, ലാ യഹ്സുൻക, അങ്ങേ വിഷമിപ്പിക്കാതിരിക്കട്ടെ, എന്ത്, സുൻഉല്ലദീന യുസാരിഊന ഫിൽ കുഫർ, സുൻഉ പ്രവർത്തനം, അല്ലദീന ഒരു കൂട്ടരുടെ, യുസാരിഊന അവർ വേഗത്തിലാകുന്നു, ഫിൽ കുഫ്രി സത്യനിഷേധത്തിൽ. അതായത് യഖഊന ഫീഹി ബിസുർഅത്തിൻ, വേഗത്തിൽ കുഫ്റിൽ ചെന്നുപെടുന്ന ആളുകളുടെ പ്രവർത്തനം അങ്ങേ വിഷമിപ്പിക്കാതിരിക്കട്ടെ. അതായത് യുൽഹിറൂനഹു, അവരാ കുഫറിനെ പരസ്യമാക്കുന്നു, ഇദാ വജദു ഫുർസത്തൻ, ഒരു ചാൻസ്, ഫുർസത്ത് എന്ന് വെച്ചാൽ ഒരു അവസരം അവർക്ക് ലഭിക്കുമ്പോൾ, അവർക്ക് കിട്ടിയാൽ, ഫുർസത്തൻ ഒരു അവസരം കിട്ടിയാൽ. ഈ മിന്ന് പറഞ്ഞല്ലോ, അതേതാണ്, ലിൽ ബയാനി, ബയാനിലുള്ളതാണ്. മുമ്പുള്ള അല്ലദീന ഉണ്ടല്ലോ, കുഫറിലേക്ക് വേഗത്തിൽ ചെന്നുപെടുന്ന ആളുകൾ, അവരാരിനാൽ, അത് മിനല്ലദീന ഖാലൂ, ഇങ്ങനെ പറഞ്ഞവരാൽ, ആമന്ന എന്ന് പറയും അവർ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്, ബി അഫ്വാഹി, അവരുടെ വായ കൊണ്ട് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ബി അൽസിനത്തിഹിം, അഫ്വാ എന്ന് വെച്ചാൽ അതിൻ്റെ വായയുടെ കൂടെയുള്ള ആ നാവാണ് ഉദ്ദേശിക്കുന്നത്, നാവ് കൊണ്ട് മാത്രമേ അവരെന്താണ് ആമന്ന പറഞ്ഞിട്ടുള്ളൂ. മുതഅല്ലിഖും ബി കാലു, കാലു എന്നതിനോട് ബന്ധപ്പെട്ടതാണ്, അല്ലാതെ എന്തല്ല ആമന്നയോട് ബന്ധപ്പെട്ടല്ല. ആമന്നയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവർ പറയാണ് ആമന്ന ബിഫായും, ഞങ്ങൾ ഞങ്ങളുടെ നാവ് കൊണ്ട് അല്ലെങ്കിൽ വായകൾ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല, മറിച്ച് അവർ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഈ പറച്ചിൽ കേവലം നാവ് കൊണ്ട് മാത്രമാണെന്ന് അർത്ഥം. അപ്പം മുതഅല്ലിഖും ബി കാലു ആണ്, ആമന്നയോടല്ല. വലം തുഅ്മിനു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിശ്വസിച്ചിട്ടില്ല താനും. വഹുമുൽ മുനാഫിഖൂൻ, അവരാണ് കപട വിശ്വാസികൾ. വമിനല്ലദീന, പിന്നെ ആരിനാലും, പിന്നെ വേറൊരു വിഭാഗം അഹാദു, അവരെന്തായിട്ടുണ്ട്, ജൂതന്മാരായിട്ടുണ്ട്. കൗമുൻ, ഒരു സംഘം ആളുകളാണ്. സമ്മാഉനലിൽ കദിബി, അവര് കളവിന് നന്നായിട്ട് കേൾക്കും. അല്ലദീ, എങ്ങനെയുള്ള കളവാണ്, ഇഫ്തറത്തുഹു അഹ്ബാറുഹും, അവരുടെ പണ്ഡിതന്മാർ, ജൂത പുരോഹിതന്മാർ അതിനെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. ആ കളവിന് അവർ സംശ്രദ്ധം കേൾക്കും. സമാ കബൂൽ, സ്വീകാര്യതയുടെ കേൾവി, അതായത് വെറുതെ കേട്ടുവിടല്ല, കേട്ടനുസരിച്ചു കൊണ്ടുള്ള കേൾവി. സമ്മാഊന മിൻക, അങ്ങയിൽ നിന്നും അവർ കേൾക്കും നല്ലപോലെ. ആ എന്തിനു വേണ്ടിയാണ്, ലി കൗമിൻ, ഒരു സമൂഹത്തിന് വേണ്ടി, അതായത് ലി അജലി കൗമിൻ ആഖരി, മറ്റൊരു വിഭാഗം ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി അങ്ങയുടെ സംസാരം കേൾക്കും. ആ മറ്റേ വിഭാഗക്കാരാണ് മിന യഹൂദി, അവരും ജൂതന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. ലം യഅതൂക്, പക്ഷേ ആ മറ്റേ വിഭാഗം ആളുകൾ അവരങ്ങയുടെ അടുക്കൽ വന്നിട്ടില്ല. വഹും, അതാരാണ്, അഹ്ലു ഖൈബർ, ഖൈബർ നിവാസികളാണ്. സനാഫിയും, അവരുടെ കൂട്ടത്തിൽ വ്യഭിചരിച്ചു. മുഹ്സിനാനി, രണ്ട് മുഹ്സിനായ ആളുകൾ, വിവാഹിതരായ രണ്ട് സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചു. അപ്പം ഫകരിഹു റജഹുമ,
അല്ല റജിമഹുമ, അവർ രണ്ടുപേരെ എറിഞ്ഞു കൊല്ലുകയാണ് ശരിക്കും അവരുടെ തൗറാത്ത് പ്രകാരം വേണ്ടത്. പക്ഷെ എറിഞ്ഞു കൊല്ലാൻ അവർ വെറുക്കുകയും ചെയ്തു. അങ്ങനെ ഫബഅസു ഖുറൈള, ആ ഹൈബറുകാരുമായിട്ട് നമുക്ക് സഖ്യമൊന്നുമില്ല മുസ്ലിങ്ങൾക്ക്. അപ്പോൾ ഖുറൈലക്കാരെ അവർ പറഞ്ഞു വിട്ടു. ലിയസലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കാൻ വേണ്ടി അൻ ഹുക്കുമിഹിമ, ഈ രണ്ട് വ്യഭിചരിച്ച ആളുകൾക്കുള്ള ഹുക്കും, അവരുടെ വിധി എന്താണ് എന്നതിനെ സംബന്ധിച്ച്. അങ്ങനെ യുഹരിഫൂനൽ കലിമ, അപ്പോൾ ഇവരെന്താണെന്ന് ശരിക്ക് നബിതങ്ങളുടെ അടുത്ത് വെറുതെ വരുന്നതാണ്, അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്തായാലും യുഹരിഫൂനൽ കലിമ, അവർ വാക്കുകളെ മാറ്റി പറയുന്നു. അല്ലദീ ഫി തൗറാത്തിലുള്ള ആയത്ത് റജിമിൻ്റെ ആയത്ത് പോലെ. അപ്പം വ്യഭിചരിച്ച മുഹ്സനായ വിവാഹിതരായ ആളുകളൊക്കെയാണ് എറിഞ്ഞു കൊല്ലണം എന്നുള്ള സംഗതി ആ ആയത്തിനെ അവർ മാറ്റിമറിച്ചു. അതാണ് തഹരീഫ്. മിംബഅദി മവാളിഹി, അതിൻ്റെ സ്ഥലങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ അല്ലത്തി വലഅഹുല്ലാഹു അലൈഹി, അള്ളാഹു ഈ പദങ്ങളെ അവകളുടെ മീതിയാണ് വെച്ചത്. ആ സ്ഥലങ്ങളുടെ ശേഷം എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ഇത് ഉറച്ചതിൻ്റെ ശേഷം, അതായത് തൗറാത്തിൽ വന്ന കലിമത്തുകളെ അതിന് ശേഷം എന്താണ് മാറ്റിമറിച്ചത്, അതായത് യുബദിലു, അതിന് പകരം വേറെന്തെങ്കിലും കൊണ്ടുവരും, അത് ഒഴിവാക്കി കളിയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ആളുകളാണ്. യഖൂലൂൻ, അവർ പറയും, ലിമൻ അർസലൂഹും, യഖൂലൂൻ എന്ന് വെച്ചാൽ ഈ ആഖരീനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആഖരീൻ മറ്റേ ഹൈബറുകാരൻ, നബിതങ്ങളുടെ അടുക്കൽ വരാത്ത ആളുകൾ, അവർ പറയും ലിമൻ, ഒരുത്തരോട്, അർസലൂഹും, തങ്ങൾ ആരെയാണ് അയച്ചത് അവരോട് പറയും, ഇൻ ഊത്തീത്തും നിങ്ങൾക്ക് ലഭിച്ചാൽ, ഹാദ, ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അയിൽ ഹുക്കുമു, ഇതെന്ന് വെച്ചാൽ അയിൽ ഹുക്കുമ, ഈ ഹുക്കുമാണ് ലഭിച്ചതെങ്കിൽ, അൽ മുഹറഫ, തഹരീഫ് ചെയ്യപ്പെട്ട, മാറ്റിമറിക്കപ്പെട്ട, അയിൽ ജൽദ് എന്ന ഹുക്കും, അതായത് അടിക്കുക, അതായത് അഫ്താക്കും ബിഹി മുഹമ്മദ് ഇതാണ് നിങ്ങൾക്ക് ഫത്വയായിട്ട് നൽകിയത്. അതായത് ഈ രണ്ടാളുകളെ എറിഞ്ഞു കൊല്ലാനല്ല, മറിച്ച് അടിക്കാനാണ് ഉത്തരവിട്ടതെങ്കിൽ ഫഹുദൂഹു, നിങ്ങൾ അതിനെ പിടിച്ചോ, ഫഖ്ബലൂഹു, നിങ്ങൾ മുഹമ്മദ് പറഞ്ഞതിനെ സ്വീകരിച്ചോ, അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിച്ചോ എന്നാണ്. അപ്പം സംഗതി ഹൈബറുകാരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ഹുക്കുമിനോട് നബിതങ്ങളുടെ ഹുക്കും എന്ത് ചെയ്യണം, യോജിച്ച് കിട്ടണം എന്നാണ് അവരുടെ ഉദ്ദേശം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഇവരുടെ പ്ലാനിങ് ആണ്. നബിതങ്ങൾ പറഞ്ഞ് കേൾക്കാൻ അവർ തയ്യാറൊന്നുമല്ല, പക്ഷെ അവർ ഇങ്ങനെ പ്ലാനിങ് ആണ്. നബിതങ്ങൾ ഇത് യോജിച്ച് പറഞ്ഞാണ് അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത് തള്ളിക്കളയ തന്നെയാണെന്ന്. ഇല്ലം തൗഹു, ഇനി ഇതല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, ബൽ, മറിച്ച് അഫ്താക്കും, മുഹമ്മദ് നിങ്ങൾക്ക് ഫത്വ നൽകി ബി ഖിലാഫ്, അതിൻ്റെ ഓപ്പോസിറ്റ്, അടിക്കാനല്ല മറിച്ച് എറിഞ്ഞു കൊല്ലാൻ തന്നെ. ശരിക്കും അതാണ് തൗറാത്തിൽ പറഞ്ഞത്. പക്ഷെ അതാണ് പറഞ്ഞെങ്കിൽ, കൽപ്പിച്ചെങ്കിൽ, ഫഹ്റൂ, നിങ്ങൾ സൂക്ഷിക്കണേ, അൻ തഖബലുഹു, നിങ്ങൾ മുഹമ്മദിനെ സ്വീകരിക്കുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ മുഹമ്മദ് എൻ്റെ വർത്തമാനം നിങ്ങൾ ഹുക്കുമ് നിങ്ങൾ സ്വീകരിക്കുന്നതിന് തൊട്ട്. ഒമയ്യുരിദില്ലാഹു, അള്ളാഹു ആർക്കാണോ ഫിത്നതഹു, അവൻ്റെ ഫിത്ന എന്ന് വെച്ചാൽ ഇദ്ലാലുഹു, അള്ളാഹുവിൻ്റെ വഴിപിഴപ്പിക്കൽ ആർക്കാണ് അള്ളാഹു ഉദ്ദേശിച്ചത്, അതായത് അള്ളാഹു പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചവർ പിഴപ്പിക്കും, നന്നാക്കാൻ ഉദ്ദേശിച്ചത് നന്നാക്കുമല്ലോ. അപ്പോൾ ഈ ഇദ്ലാൽ ആർക്കാണ് ഉദ്ദേശിച്ചത്, ഫലൻ തംലീക, അങ്ങ് ഉടമപ്പെടുത്തുകയില്ല നബിയെ, ലഹു, ആ മനുഷ്യന് വേണ്ടി, മിനല്ലാഹി, അള്ളാഹു നിന്നും, ഷെയ്ൻ, ഒരു തലയ്ക്കും ഒരു തുമ്പും, അതായത് അയാൾ രക്ഷപ്പെടുത്താൻ അങ്ങേക്ക് കഴിയുകയില്ല. ഫി ദഫ്ഇഹി, അയാളെ അല്ലെങ്കിൽ ആ ഫിത്തിനെ, അയാൾക്ക് അള്ളാഹു വെച്ച ആ ഫിത്തിനെ പ്രതിരോധിക്കുന്നതിൽ അങ്ങേക്ക് ഒരു നിലക്കും അള്ളാഹുവിൽ നിന്നും ഒരു നിലക്കും കഴിയുകയില്ല. ഉലൈക, അവർ, അല്ലദീന, ഒരുത്തരാണ്, ലം യുരിദില്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അയ്യുതഹിറ ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവാൻ, മിനൽ കുഫ്രി, സത്യനിഷേധത്തിൽ നിന്നും, വലവു അറാദഹു, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അതിനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലക്കാൻ അതുണ്ടാകുമായിരുന്നു, അവർ ഹൃദയങ്ങൾ ശുദ്ധമായ ആളുകളാകുമായിരുന്നു. ലഹും ഫി ദുനിയാവിൽ അവർക്കുണ്ട് ഖിസ്യുൻ, നിന്ദതയാണ് അവർക്കുള്ളത്, ബിൽ ഫളീഹത്തി, വഷളാവൽ കൊണ്ട്, വൽ ജിസിയത്തി, നികുതി ഏർപ്പാടാവൽ കൊണ്ട്. അപ്പം മുനാഫിക്കുകളാണെങ്കിൽ അള്ളാഹു അവരുടെ പേര് പറയുമ്പോൾ ആകെ നബികളുടെ മുമ്പിൽ അവർ എളിഭ്യരാകും. ഈ ജൂതന്മാർ, പരസ്യമായ കാഫിര്യങ്ങളായ ജൂതന്മാരോ, അവരാകെ പിടികൂടുമ്പോൾ അവർക്ക് ജിസിയ ഏർപ്പാടാക്കും. ജിസിയ കൊടുത്താലേ ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ, നികുതി. അപ്പോൾ നികുതി കൊടുത്ത് അപമാനം സഹിച്ചവർക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ രണ്ട് കൂട്ടർക്കും ഹിസി, നിന്ദത ഉണ്ടാകുമെന്നാണ്. വലഹും ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ, പാരത്തര ലോകത്ത് അവർക്കുണ്ട് അദാബുൻ അദീം, വലിയ ശിക്ഷയുണ്ട്.